പോലെ തന്നെ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. ചാലിയാറിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ചാലിയാർ പൂളപ്പെട്ടി സ്വദേശിയും സംസ്ഥാന സർക്കാരിന്റെ മികച്ച പച്ചക്കറി കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവുമായ നാലകത്ത് സിദ്ദീഖിന്റെ നേന്ത്രവാഴ തോട്ടവും കപ്പത്തോട്ടവുമാണ് ആന നശിപ്പിച്ചത്. ഒരു മാസത്തിനുള്ളിൽ വിൽക്കാൻ കഴിയുന്ന 250ഓളം നേന്ത്രക്കുലകളാണ് നശിപ്പിച്ചത്. 300ലേറെ കപ്പയും നശിപ്പിച്ചിട്ടുണ്ട്. 50ലേറെ പൂവൻ വാഴകളും നശിപ്പിച്ചു. നനച്ചു വളർത്തിയ കൃഷിയാണ് നശിപ്പിച്ചത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. രാത്രി 11 മണിവരെ സിദ്ദീഖ് കൃഷിയിടത്തിലുണ്ടായിരുന്നു. ആനകൾ കയറാതിരിക്കാൻ പടക്കം പൊട്ടിച്ച ശേഷമാണ് വീട്ടിലേക്ക് പോയത്. പുലർച്ചെ 5 മണിയോടെ തോട്ടത്തിലെത്തിയപ്പോഴാണ് കൃഷിയിടം നശിപ്പിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. 7.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത സ്ഥലത്താണ് കാട്ടാനകളുടെ വിളയാട്ടം. കൃഷിയിടത്തിന് ചുറ്റുമുള്ള വൈദ്യുത വേലിയും തകർത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്കാണ് ഞാൻ വാഴത്തോട്ടത്തിൽ നിന്ന് പോകുന്നത്. ഞാൻ 11 മണിക്കൂടേക്ക് വന്നൊക്കെ നോക്കി, ഫെൻസിങ്ങൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ രാവിലെ നേരത്തെ വന്ന് അവിടെ കുറച്ച് നെല്ലുണ്ട്, അവിടെയൊക്കെ നോക്കി. രണ്ടാമത് ഇവിടെ വന്നപ്പം കപ്പ ഒന്നായിട്ട് ഒരു 10-200 മരട് കപ്പ കുറച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വാഴത്തോട്ടത്തിൽ വന്നപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വെട്ടാവുന്ന കൊലച്ച വാഴകളാണ് നശിപ്പിച്ചത്. ഇതെന്താ ഇപ്പം ഇനി ചെയ്യുക? നമുക്ക് നേരം പുലരുന്ന തന്നെ ഒരു പേടി സ്വപ്നമായി പോയി. എന്ന് രാവിലെ വരെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുക, ഇതാന ഒന്ന് നശിപ്പിക്കുക. ഇതിനൊരു പരിഹാരം എവിടുന്ന് കിട്ടുന്നില്ലല്ലോ. ഞങ്ങൾ വർഷങ്ങളായി ഇത് പറയണേ. നന്നായിട്ട് ഫെൻസിങ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഫെൻസിങ് ചെയ്തതാണിത്. പക്ഷേ ഫെൻസിങ് ഒരു ഭാഗം തകർത്ത് മറ്റൊരു ഭാഗത്ത് കൂടെ ആന വാഴ ഫെൻസിങ് തള്ളിയിട്ടിട്ടാണ്. പുറത്തുനിന്ന് മരങ്ങളില്ലാതെ എങ്ങനെയോ വന്ന് കയറി വാഴ തള്ളിയിട്ടിങ്ങാണ്ട് പുറത്തു പോവുകയും ചെയ്തു. 10-200 വാഴയും 10-250 കപ്പയൊക്കെ നശിപ്പിച്ചു. ഇതൊക്കെ ഇനി എന്താ ചെയ്യുക? ഇവിടുന്ന് ഇതിനൊക്കെ നഷ്ടം നികത്താൻ കഴിയും. ഇപ്പോഴാണ് ഞങ്ങൾക്ക് ആകെ എല്ലാ കാലങ്ങളായിട്ട് വില കിട്ടാതിരുന്ന് ഇപ്പം ചെറിയൊരു വില കൂടുതലുള്ള സമയത്താണ് ഇത്രയും വാഴ പോയത്. ഇതിന് ഇൻഷുറൻസൊന്നും കിട്ടിയിട്ട് ഇത് പരിഹാരമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് എനിക്കും അറിയില്ല ഇതെന്താ ചെയ്യേണ്ടത്. നിർത്തണമെന്നുള്ളതാണ്. ഇപ്പം ഞാൻ രണ്ടാമത് പ്ലാന്റ് ചെയ്ത ഒരു ഭാഗം കടം വാങ്ങിയിട്ടാണ്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഞാൻ ലോണൊക്കെ ഒന്ന് പുതുക്കിയോ വാങ്ങി. ഇതൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ? ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.